ഇന്ന് വൈകിട്ട് കഴിക്കാനായിട്ട് ഒരു ഇച്ചിരി കുമ്പിളപ്പം ഉണ്ടാക്കുകയാണ്. ഇതിനകത്ത് ഞാൻ ഇച്ചിരി ഉപ്പും ഒരു ലേശം ശർക്കര, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷുഗർ ഉള്ളവരാണ്. ഷുഗർ ഉള്ളത് കൊണ്ട് കുറച്ച് ശർക്കര. പിന്നെ ഈ ചക്ക ഒരാൾ തന്നതാണ്, കൂഴച്ചക്കയാണ്. പിന്നെ ഞങ്ങളുടെ ചക്കയായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് നോക്കട്ടെ. ഇതിൽ വെള്ളം കൊണ്ട് തന്നെ ഇത് കുഴയുമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ശർക്കരയില്ലേ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത്തിരി ജീരകവും ഏലക്കായും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് ചവച്ച് ഇതിലോട്ട് ഇടുകയാണ്. പിന്നെ വഷ്ണയിലയാണ് കേട്ടോ, വഷ്ണയില. ഞങ്ങളൊക്കെ വഷ്ണയില എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തുവാ പറയുന്നതെന്ന് പറയും. കുമ്പിളി കുത്തി അതിനകത്ത് വാരി വെച്ച് പുഴുങ്ങും. ഇത് വെന്ത് കഴിയുമ്പോൾ ഒരു നല്ല മണമുണ്ട്. എല്ലായിടവും മണം ചെല്ലും. അതുപോലെ നല്ല ഇതിനി കുഴച്ച് ഞാൻ റെഡിയാക്കി എടുക്കട്ടെ. ഇതൊക്കെ വയ്ക്കുമ്പോൾ ഇനി കാണിക്കാം. ഇതിൽ കുറച്ച് തേങ്ങാപ്പീര കൂടി ചേർക്കും. തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് ഇളക്കിയാണ് കുഴയ്ക്കുന്നത്. കുറച്ച് ചൂടുവെള്ളം ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. മൊത്തം ഇതായില്ല. നല്ലതുപോലെ കുഴയ്ക്കുക. നല്ലപോലെ കുഴച്ച് ഒരു ഈ പരുവം, ഒന്ന് അയഞ്ഞ പരുവം. റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി കുമ്പിള് കുത്തണം. കുമ്പിളെല്ലാം കുത്തി വെച്ച് വീട്ടിൽ കൊണ്ട് ഓരോന്നോരോന്ന് എടുത്ത് വയ്ക്കുക. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മുടക്കി. ഇങ്ങനെയാണ് ഞാൻ കുമ്പിള് കുത്തുന്നത്. എനിക്കൊരു വശം ഇതാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. വീട്ടിൽ കൊണ്ട് ഓരോന്നോരോന്നായി ചെയ്ത് വയ്ക്കുക. ഈ ഭക്ഷണം ഇവിടെ ഉള്ളതാണ്. എനിക്കൊരുമാതിരിപ്പെട്ട വൃക്ഷങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കുറച്ച് മതി. എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് കാരണം നമ്മൾ 2-3 തിന്നും. വീട്ടിൽ ചായയുടെ കൂടെ കഴിക്കാമല്ലോ. കുറേശ്ശെ എടുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി വെക്കുക. കുറേശ്ശെ മതി. ചിലരിത് നീളത്തിൽ തന്നെ വെച്ചിട്ട് മടക്കി വെക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഏത് രീതി വേണേലും നമുക്ക് ചെയ്യാം. എനിക്കിതാണ് എളുപ്പം. പിന്നെ നമുക്ക് ഇത് ഞാനിപ്പോൾ ഇഡലിക്കുട്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചു. ഞാൻ അതിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇറക്കി വയ്ക്കും. വൈകിട്ട് കഴിക്കാമല്ലോ. ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ. ഒരു 10-15 മിനിറ്റ് നേരം ആവി കയറണം. ആവി കയറി കഴിഞ്ഞ് ഇറക്കും. വെന്ത് കഴിയുമ്പോൾ കാണിക്കും. 15 മിനിറ്റോളമായി. നമുക്കൊന്ന് നോക്കാം ഇതെന്തോന്നുള്ളത്. പപ്പടം കുത്തി കൊണ്ടൊന്ന് കുത്തി നോക്കാം. പപ്പടം കുത്തിയിൽ പറ്റി പിടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തെന്നാണ്. പറ്റിയിട്ടില്ല. പപ്പടം കുത്തിയുടെ അറ്റത്ത് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് വെന്ത് ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ ചായ കുടിക്കാനുള്ള സമയമായി.
ഞാനും ചേട്ടനും ചായ കുടിക്കുക. നമ്മളുണ്ടാക്കിയ കുമ്പിളപ്പം ഇല്ലേ, അതും കൂട്ടി ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. ശരി, ബൈ.